സിംഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു ദിവസം 40-ലധികം പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും അത്രേ. പെൺസിംഹങ്ങൾക്ക് അത് തൃപ്തികരമല്ലെങ്കിൽ ആൺസിംഹങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ അവർ ഉത്തേജിപ്പിക്കും അത്രേ. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 40-ലധികം പ്രാവശ്യം ഒരു ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാമിന എന്ത് വലുതായിരിക്കും. ആ സിംഹം മാത്രമല്ല, കടുവകളും ഇപ്രകാരമാണെന്നാണ് പറയുന്നത്. അവർക്ക് വളരെ ശക്തിയാണ്. കാരണം അവരുടെയൊക്കെ കൈകൾക്കും ശരീരത്തിനും മാംസപേശികൾക്കൊക്കെ അപാരമായിട്ടുള്ള ശക്തിയാണ്. ഒരു ദിവസം ഒരു മനുഷ്യനും ഇത്രമാത്രം പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. മനുഷ്യൻ ചത്തുപോകും. കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഊർജ്ജം പുറത്തേക്ക് പോകുന്നുണ്ട് ലൈംഗിക ബന്ധത്തിലൂടെ. പക്ഷേ സിംഹത്തിൻ്റെയൊക്കെ ശക്തി നമുക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് അളക്കാവുന്നതാണ്. അപ്പോൾ എന്ത് സ്റ്റാമിനയായിരിക്കും, നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനെക്കാട്ടും അപ്പുറമുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ സിംഹം വെറുതെയല്ല ഇത്രയും ശക്തമായിട്ടുള്ളൊരു മൃഗമായിട്ടിരിക്കുന്നു. ടൺ കണക്കിന് ഭാരമുള്ള കാട്ടുപോത്തിനെയൊക്കെ വലത്ത് കൈ കൊണ്ട് അടിച്ച് വീഴ്ത്തുക എന്ന് പറയുമ്പോൾ എന്ത് ശക്തിയായിരിക്കും. മനുഷ്യനെ അതുകൊണ്ടൊന്ന് തല്ലിക്കഴിഞ്ഞാൽ, തലയിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തലയോട്ടി പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത്. അത്രയും ശക്തിയുള്ള കൈയാണ് സിംഹത്തിൻ്റെ കൈ. ഒരു മനുഷ്യനും സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചത് തന്നെയാണ്. നമ്മുടെ കൈ കൊണ്ടൊന്നും ഒരിക്കലും സിംഹത്തിൻ്റെ കയ്യിനെ വേർപെടുത്തിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. സിനിമയിൽ പറ്റുമായിരിക്കും, ജീവിതത്തിൽ ആർക്കും അങ്ങനെ കഴിയില്ല. അത്രയും ശക്തമായിട്ടുള്ള ഒരു മൃഗമാണ് സിംഹം.